ഹലോ, വെൽക്കം ടു Petsncrafts. ദിസ് ഇസ് അഞ്ജു. നിങ്ങളുടെ വീട്ടിൽ സ്ഥലം കുറവാണോ? നിങ്ങൾക്ക് കെനൽ തുടങ്ങാൻ ഇഷ്ടമുണ്ടായിട്ട് സ്ഥലക്കുറവ് കാരണം നിങ്ങൾ ആ പ്ലാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള വീഡിയോ ആണിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യം ചെറിയ സ്ഥലത്ത്, അതായത് വീടിനോട് ചേർന്നിട്ട് കുറച്ച് സ്ഥലമുള്ളവർക്കും എങ്ങനെ കെനൽ ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ ബോണസായിട്ട് കുറച്ച് ഗാർഡനൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ വീട്ടിൽ നിറയെ ചെടികളുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അധികം സ്ഥലമില്ല, ഏരിയ കുറവാണ്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ നിലത്തൊക്കെ വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എത്ര ഭംഗിയുള്ള ചെടിയാണെങ്കിലും നമ്മൾ എത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്താലും ഒരു രസം തോന്നാറില്ല. നമുക്ക് ആകെ ഇതാ ഇത്ര സ്ഥലമേ ഉള്ളൂ, ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. എൽ ക്ലാമ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് നമുക്ക് എവിടെയാണോ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റണ ഒരു ഏരിയ ഉള്ളത് അവിടെ ഫിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ നേരെ ഡോറ് തുറന്നാൽ തന്നെ കാണുന്ന ഒരു ഏരിയയാണിത്. അവിടെ ഈ സാധനം ഫിക്സ് ചെയ്തു. ഇങ്ങനത്തെ 3 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വീട്ടിലെ പഴയ ഷോക്കേസിനൊക്കെ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ പലരെയും വീട്ടിൽ കണ്ടിട്ടുണ്ടാകും. ഷോക്കേസിൽ ഗ്ലാസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിനൊരു സപ്പോർട്ട് മാതിരി വെക്കണതാണ്. ആ ചാനലിലേക്ക് ഇതിങ്ങനെ ഇറക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻ്റൊക്കെ എടുത്ത് വരച്ച ലൈനാണ് അവിടെ കാണുന്നത്. ഈ ഏരിയ നമ്മളിപ്പോൾ ടോട്ടൽ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 12 അടിയോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഇതങ്ങനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ചാനലിൽ ഇറക്കി കൊടുക്കുന്ന ഈ സംഭവം, ഇത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ഈക്വൽ ഏരിയയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 2 തട്ടുകളായിട്ട് ചെടികൾ കയറ്റി വയ്ക്കാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിൻറ്റെക്സിൻ്റെ ഷീറ്റാണ്. ഇപ്പോൾ നനഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ചെടി നനയ്ക്കണതാണല്ലോ. അപ്പോൾ ഇത് ഒരു ഓൾമോസ്റ്റ് നല്ല ഉറപ്പുള്ളൊരു ഷീറ്റാണ്. ഇതൊരു 6.5 അടി വലിപ്പമുണ്ട്. അത് മിനിമം നമുക്ക് അത്ര എടുക്കണം. അപ്പോൾ അത് 6.5 അടി വലിപ്പമുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ബാക്കിയുള്ള പോർഷനിലേക്ക് ആഡ് ചെയ്യാം. ഇതിന് ഒരെണ്ണത്തിന് വരുന്നത് 150 രൂപയാണ് വന്നത്. ഈ സിൻറ്റെക്സിൻ്റെ ഷീറ്റിൻ്റെ അറ്റഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് കുറച്ചും കൂടി നീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചാനൽ മേടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നിൽക്കും ഇതേപോലെ. അപ്പോൾ ഇതേപോലത്തെ ഒരു സി ചാനൽ വാങ്ങിയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ ചെയ്തത്. വീട്ടിൽ തന്നെ കട്ട് ചെയ്തു. അച്ഛനാണ് അത് കട്ട് ചെയ്തത്. കട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് വീട്ടിൽ ഹാക്സോ ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. പക്ഷെ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നമുക്കത് ചെയ്യാം. അങ്ങനെ 2 എണ്ണം ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് ഈ 2 ഷീറ്റ്, ഈ 6.5 അടിയുടെ ഷീറ്റ് 2 എണ്ണം ഓവർലാപ്പ് വരുന്ന സ്ഥലത്ത് ഇതേപോലെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും ചെയ്യും. ആ കണക്ഷൻ അങ്ങനെ പെട്ടെന്ന് അറിയൂല. ഇതേപോലെ തന്നെ നമ്മുടെ കയറി വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു എൻഡ് കാണുന്നത്. അപ്പോൾ അവിടേക്കും ഇതേപോലെ ഒരു ചാനൽ കട്ട് ചെയ്തിട്ട് ചെയ്തു. കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് ചെയ്താൽ നല്ല നീറ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെടികളൊക്കെ വയ്ക്കാം. ഇപ്പോൾ ഇത് അടുത്തടുത്തായിട്ട് തന്നെ ഈ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ള കാരണം ആവശ്യത്തിന് സപ്പോർട്ടും സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പോൾ നമുക്കിനി ചെടികളൊക്കെ ഇതിൽ കയറ്റി വെച്ചിട്ട് ഒന്ന് കാണാം. ഇപ്പോൾ ഇതേപോലെ നിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതിനൊക്കെ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ സംഭവത്തിലേക്ക് കയറ്റി വെച്ചു. നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ, നല്ല നീറ്റായിട്ട് ഇരിക്കണമുണ്ട്. മറ്റേത് ആകെ ഇങ്ങനെ തിക്കും തിരക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഗാർഡൻ കാണാൻ നമ്മൾ എത്ര നല്ല ചെടികൾ ഉണ്ടായാലും നമ്മൾ എത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ചാലും കാണുന്നവർക്ക് അത്ര രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു ചന്തമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യാൻ മറ്റൊരു റീസണും കൂടി ഉണ്ട്. ഇവിടെ ഡോഗ്സ് ഉള്ള കാരണം അവരെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഫ്രണ്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ചെറിയ ചട്ടികളൊക്കെ ചിലപ്പോൾ തട്ടി വീഴും. കാരണം വലിയ ഡോഗ്സ് അല്ലേ, അപ്പോൾ അവർക്ക് പിന്നെ ഒരു നടക്കാനൊന്നും തീരെ സ്ഥലമില്ലാത്ത മാതിരി തോന്നും. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇത് ചെയ്തപ്പോൾ കുറച്ച് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞതും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് എല്ലാ ഗാർഡനും
കെനലും രണ്ടും കൂടി പറ്റാറില്ല. കാരണം പല ഡോഗ്സിനും ഒരു ഹാബിറ്റ് ഉണ്ടാവും മരങ്ങളും ചെടികളൊക്കെ ഇങ്ങനെ കടിക്കാൻ നോക്കണത്, അത് പിഴുത് കളയണതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഡോഗ്സ് ഉള്ളപ്പോൾ നമുക്ക് എന്തായാലും ഈ എന്താ പറയുക, ഗാർഡനിങ് അത്ര ഈസി അല്ല, പ്രത്യേകിച്ച് ഡോഗ്സിന് വീടിൻ്റെ എല്ലാ സൈഡിലും ആക്സസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ കയറ്റി വെക്കുക. അപ്പോൾ അവർക്ക് അത്ര ഈസി ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഇതിനോടൊപ്പം തന്നെ എങ്ങനെ കെനൽ സെറ്റ് ചെയ്യാന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്ക് സൈഡിലാണ് കെനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ കൂടിനോട് ചേർന്നിട്ട് നമ്മൾ അവർ പുറത്തേക്ക് വരാതിരിക്കാൻ കുറച്ച് ഗേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോഗ്സിനെ കൂട്ടുന്ന വിട്ടിട്ടുള്ള സമയത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അവർ ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗേറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ റോട്ട് വൈലേഴ്സ് ആയ കാരണം തന്നെ ഗേറ്റ് ചാടിയിട്ടൊന്നും അവരെന്തായാലും വരില്ല. ഇവിടെയും കുറച്ച് ചെറിയൊരു ഏരിയയിൽ ഇതേപോലെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിതേപോലെ ഗ്രോ ബാഗ് ഉണ്ടാക്കണ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടാം. ഗ്രോ ബാഗിലാണ് നമ്മുടെ ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. മിറാക്കിൾ ഫ്രൂട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ബാക്ക് സൈഡിലാണ് ഡോഗ്സ് ഉള്ളത്. അപ്പോൾ ഇതായിരിക്കണോ നമ്മുടെ ആൾ. ഇങ്ങനെയാണ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഇൻഎക്സ്പെൻസീവായിട്ട് എങ്ങനെ കെനൽ ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അത് പ്രകാരം തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം അടുത്ത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ടൈലൊക്കെ ആണെങ്കിലും ബാക്ക് സൈഡിൽ ടൈലാണ്. അപ്പോൾ ചുമര് നായകൾ ചാടി കയറിയിട്ടൊക്കെ ആണെങ്കിലും വൃത്തികേടാവില്ല ഈസി ആയിട്ട്. അതേപോലെ വീടിൻ്റെ പിന്നിൽ, അതായത് വീടിനോട് ചേർന്നിട്ട് തന്നെ ഇതേപോലെ ഒരു കേജും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പപ്പീസിനൊക്കെ നമുക്ക് ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ സ്ക്വയേഴ്സുള്ള ചെയിൻ ലിങ്ക്സ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അഴിച്ചു വെക്കുന്ന രീതിയിലുള്ള കേജസും ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അഴിച്ചു വെക്കുന്ന രീതിയിലുള്ള കേജസ് ബ്രീഡിങ് ടൈമിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആവശ്യത്തിന് മാത്രം അത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കേജ് മാതിരി ആക്കി യൂസ് ചെയ്യാൻ പറ്റും. ഡോഗ്സ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാതിരിക്കാൻ ഇതേപോലെ ഇങ്ങനെ ഗേറ്റ് വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാ വീഡിയോസിലും കാണുന്നൊരു പ്ലേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ചെറിയ സ്പേസിൽ താമസിക്കാൻ ആർക്കെങ്കിലും കെനൽ സ്റ്റാർട്ട് ചെയ്യാനോ ഗാർഡനിങ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീടും ഗാർഡനും കെനലും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, പിന്നെ വീഡിയോസും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.